അപ്പോൾ ഹലോ ഗൈസ്. ഇന്ന് പൂജ പരിപാടികളാണ്. രാവിലെ എണീച്ചപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. നമ്മളങ്ങ് സാധാരണ അങ്ങനെയാണല്ലോ, നമ്മൾ നേരത്തെ എണീക്കാൻ വേണ്ടി വിചാരിക്കും, പക്ഷെ അങ്ങനെ വിചാരിക്കില്ല. നേരെ വിട്ട് നമ്മളെ തറവാട്ടമ്പലത്തിൽ നിന്ന് പരിപാടിയാണ്, പൂജ സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ ഈ കൊല്ലത്തിൽ ഒരിക്കലുള്ള പൂജയാണെങ്കിൽ അപ്പോഴാണ് നമ്മളെല്ലാവരും ഒന്ന് കണ്ടുമുട്ടുക. കാരണം പല ആൾക്കാരും ഈ സമയമായതുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിരിക്കും. ഓരോ ആൾക്കാർ ഓരോരോ സ്ഥലത്താണ്. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അത്രയും പ്രത്യേകമായ ഒരു ദിവസമാണ്. കാരണം എല്ലാവരും ഒത്തുകൂടുന്ന ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ പൂജാ പരിപാടി. പണ്ടേ എൻ്റെ കുട്ടിക്കാലത്താണെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു വൈബിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഇതുവരെ. ഏറ്റവും ഒരു പ്രശ്നം എന്താണെന്ന് പറയുക ഗൈസ്, ഈ കുറേ പേരെടുത്ത് നമ്മൾ ഇങ്ങനെ ചോദിക്കണം, അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും എന്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞാനിത് ചെയ്യുന്നു, ഞാനിപ്പോൾ അങ്ങനെയാണ്, ഞാനിപ്പോൾ ഇങ്ങനെയാണ്, ഞാനിപ്പോൾ ഈ ഹോട്ടലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ 10 പേര് നമ്മോട് ചോദിക്കും. ആ 10 പേരെടുത്തും പറയണം. കാരണം ഇന്ന് എൻ്റെ കൂടെ അരുണുണ്ടായിരുന്നു. അരുണ് ഞാനാണ് ഇന്ന് ഫുൾ ഡേ സ്പെൻഡ് ചെയ്തത്. പിന്നെ രാവിലത്തെ എനിക്കൊരു പണി കിട്ടി ഗൈസ്. അടയ്ക്കും വെറ്റിലും മേടിക്കാൻ വേണ്ടി ഞാൻ അവസാനം നമ്മൾ എടുത്തൊരു ഷോപ്പുണ്ട്, അവിടെ പോയപ്പോൾ കടക്കാരൻ പറഞ്ഞു ഇവിടെ ഇല്ല ഗൈസ്. ആയിക്കോട്ടെ, അതിന് പിറ്റേ ദിവസം അടുത്ത ഷോപ്പിൽ പോയി, അവിടെ നിന്ന് ഇതേ സെയിം തന്നെയാണ്. അപ്പോൾ ഓരെന്ത് പറഞ്ഞാൽ ഇന്നലെ വരണമായിരുന്നു, കാരണം ഫുൾ ചാക്കായിട്ട് ടീംസ് ഇന്നലെ ഫുള്ള് പോയിരുന്നു. അങ്ങനെ ഞാൻ ആ സമയത്ത് നല്ല മഴയുള്ള സമയത്ത് പാളം വരെ പോയി ഗൈസ്, പാളം വരെ. പിന്നെ പൂജേൻ്റെ കാര്യമൊക്കെ നമ്മൾ വേണ്ടേ നോക്കാൻ. ഇന്നലെ രാത്രി തൊട്ടുള്ള പരിപാടിയായിരുന്നു. ഈ കാണുന്ന പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ഇന്നലെ രാത്രി ചെയ്തതാണ് ഗൈസ്, രാത്രി ചെയ്തതാണ്. ഇന്നലെ രാത്രി ഫോണിൽ ചാർജില്ലാത്തതുകൊണ്ട് എനിക്ക് ആ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ മോർണിംഗ് ഫുള്ള് വൃത്തിയിലെടുക്കാമെന്ന്. ആ ചേച്ചിൻ്റെ മുടി ഇപ്പോൾ കത്തിപ്പോൻ എന്തോ ഭാഗ്യത്തിന് ശരിയായി ആവും. അപ്പം രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് ഞാൻ നേരെ മൂപ്പരാളെ കൂട്ടാൻ പോയി. മൂപ്പരാൾ എന്ന് വെച്ചാൽ നമ്മളെ തന്ത്രിയുള്ള എവിടെ വെച്ചാൽ കോഴിക്കോട് ബട്ടറോഡ് ബീച്ചിൻ്റെ അടുത്തിട്ടാണ് മൂപ്പരാളെ വീട്. അപ്പോൾ അങ്ങനെ അത് പോയി, അത് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചതാണ്. ആ കണ്ണ് ഉറങ്ങിപ്പോയി ഗൈസ്, ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ കിടന്ന് രാവിലെ 7 മണിയാണ്. അപ്പോഴത്തേക്ക് പരിപാടി ഏകദേശം കഴിഞ്ഞ്. കാരണം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ചാൽ കുറച്ച് പണികളും ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ കുറച്ച് അലങ്കൊല്ലപ്പണികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് പിന്നെ ഞാൻ ഇന്നെ കാണാത്തതുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ തന്നെ ചെയ്യും ഗൈസ്. ഇത് രോഹിത്തട്ട ചെമ്പെടുക്കുന്നത് തന്നെ അറിയോ, നമ്മളെ പഞ്ചാമൃതം. നമ്മളെ അടിപൊളി സാധനമാണ് പഞ്ചാമൃതം. കാരണം വേറെ എവിടുന്ന് കഴിച്ചാലും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കഴിക്കുന്നത് പഞ്ചാമൃതം പ്രത്യേക ഒരു ടേസ്റ്റാണ്, നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കുഞ്ഞുമക്കളുണ്ടായിരുന്നു, അവർക്ക് ഈ ഹരിശ്രീ. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അറിയാലോ. കുറച്ച് കൊല്ലം മുന്നേക്കാണെങ്കിൽ കുറേ പേര് ഹരിശ്രീ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറഞ്ഞു, ആയിക്കോടെ 1-2 പേരുണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് കാണാനും കുറേ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും അത്ര എടുക്കാൻ പറ്റില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടി പരിപാടി ഗൈസ്. മോർണിംഗ് നല്ല കേസരി നല്ല എന്താ ഇഡലിയും മറ്റേ വടയും ഉണ്ടായി. പക്ഷേ വട അവിടെ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല ഫുഡ്, നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-10:30 നമ്മൾ കഴിക്കുന്ന തന്നെ. ഞാൻ ആദ്യം ചായയിലും കൂടി തുടങ്ങി. ഞാൻ ചായയിൽ തുടങ്ങിയത് വെറുതെ അല്ല ഗൈസ്. കാരണം നമുക്ക് പഞ്ചാമൃതം കഴിക്കുമ്പോൾ ഓൾറെഡി ചായയിൽ പഞ്ചസാര ഉണ്ടാവില്ല. പഞ്ചസാരയില്ലാതെ ചായ കുടിച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ എനിക്കിതാ പഞ്ചാമൃതം അത് കഴിഞ്ഞ് ഫുള്ള് നല്ല അടിപൊളി സ്വാദ്, ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞിട്ട് നല്ലൊരു പായസം കിട്ടി. ആ പായസം ഒന്നും പറയണ്ട ഗൈസ്. പിന്നെ എൻ്റെ കസിൻ അങ്കിതുവിന് കിട്ടിയ സമ്മാനമാണ്. ഫുൾ A+ മേടിച്ചതിന് +2. പക്ഷെ അവൾ വന്നിട്ട് രാവിലെ പനി. ഇതാണ് ഇന്നത്തെ ഡേ.